ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അജയൻ ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് ദേവയാനി ആകെ സങ്കടപ്പെട്ടൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ അജയൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി നീ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതെന്ന്. ഇന്ന് അങ്ങനെ സങ്കടപ്പെടാനുള്ള സൈസിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നത് എന്ന് ദേവയാനി പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു, ആദർശ് എന്നെ വിളിച്ച് പറഞ്ഞെന്ന് പറയും. ഞാൻ പറഞ്ഞതല്ലായിരുന്നോ അനാമികയുടെ അച്ഛനും അമ്മയും അനാമികയൊന്നും അത്ര നല്ലതല്ലെന്ന്, നീ പക്ഷേ അതൊന്നും വിശ്വസിച്ചില്ലല്ലോ എന്ന് പറയും. ഞാൻ എൻ്റെ ആദർശിനെ പോലെ തന്നെയാണ് അനിയും കരുതുന്നത്, അതിനേക്കാൾ കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിലേ ഉള്ളൂ. അവൻ ഏറ്റവും ഇളയതാണ്ട് അവനെ ഞാൻ ഒരുപാട് എടുത്തുകൊണ്ട് നടന്നതല്ലേ, അതുകൊണ്ട് അവൻ്റെ ജീവിതം നല്ലതാകണമെന്ന് ഞാൻ വിചാരിച്ച അവന് വേണ്ടി ഓരോന്നും ചെയ്തതും അവൻ്റെ ഭാര്യ അനാമികയ്ക്ക് ഞാൻ എൻ്റെ സ്വർണ്ണമൊക്കെ കൊടുത്തതൊക്കെ. പക്ഷേ ഇവരിത്ര പ്രശ്നക്കാരാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ജയൻ പറയും, എന്തായാലും ഞാൻ പറഞ്ഞപ്പോൾ നീ വിശ്വസിക്കണമായിരുന്നു, അനിയുടെ ജീവിതം അവസാനം വെള്ളത്തിലായെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയും. ഇനി എന്തായാലും അനാമികയെക്കുറിച്ചും അവരുടെ കുടുംബത്തെക്കുറിച്ചും കൂടുതൽ അന്വേഷിക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ ഈ ശ്രമിക്കുന്നത്. അനാമിക ഈ വീട്ടിലോട്ട് അലിഞ്ഞു കയറി വന്നവൾ തന്നെയാണ്, പക്ഷേ അവളുടെ ജീവിതം ഇനി ഈ വീട്ടിൽ തന്നെ അനിയെ സ്നേഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ആഗ്രഹം. അതുകൊണ്ട് അവരെ എങ്ങനെയും കോംപ്രമൈസ് ചെയ്യിച്ച് കൊണ്ടുപോകാനാണ് നമുക്കിനി നോക്കേണ്ടതെന്ന് പറയും. എന്തായാലും ഞാൻ ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല, അനിയുടെ ആഗ്രഹം പോലെ ഇനി എല്ലാ തെളിവുകളോടും കൂടി ഇനി കാര്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ അവൻ്റെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തേക്കണം, അവളെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ അങ്ങ് ഒഴിവാക്കിയേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് ദേവയാനി. അതേപോലെ അഭി ഇങ്ങനെ ഓഫീസിലേക്ക് കയറി വന്ന് തൻ്റെ റൂമിലേക്ക് കയറി ഇരിക്കാൻ തുടങ്ങുമ്പോഴാണ് തൻ്റെ സീറ്റിലായിട്ട് നേരത്തെ ആ മാനേജർ ഇരിക്കുന്നത് കാണുന്നത്. അപ്പം അഭി ചോദിക്കുന്നുണ്ട്, താൻ എന്താടോ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, എൻ്റെ സീറ്റിൽ താൻ എന്തിനാണ് കയറിയിരുന്ന് ചോദിക്കും. അപ്പോൾ ആദർശ് സാർ ഒന്നും പറഞ്ഞില്ലേന്ന് ചോദിക്കും. ഒന്നും പറഞ്ഞില്ലെന്ന് പറയും. എന്താ കാര്യം എന്ന് ചോദിക്കും. അതൊക്കെ ആദർശ് സാർ പറഞ്ഞോളൂ എന്ന് പറയുമ്പോഴത്തേന് ഉടനെ അഭിക്ക് ഫോൺ വരുന്നുണ്ട്. എന്താ ആദർശ് ചേട്ടാന്ന് ചോദിക്കും. പറയും, നീ നേരത്തെ ഒരു ജുവലറിയുടെ സ്റ്റാഫായിരുന്നു, അതുപോലെ തന്നെ ഇനി അങ്ങ് ഇരുന്നാൽ മതി, നിൻ്റെ കയ്യിലിരിപ്പ് കാരണം നിന്നെ ആ സ്ഥാനത്തുനിന്ന് ഞാൻ മാറ്റിയിരിക്കുന്നു, നീ ഇനി വെറും സ്റ്റാഫ് മാത്രമാണ്, അതുപോലെ തന്നെ ആ GM പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കുകയും ചെയ്യണം, നിനക്കിനി അവിടെ ഒരു അധികാരം ഉണ്ടായിരിക്കുന്നതല്ല എന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് അഭി അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് ഉടനെ ആ ജെയിംസ് സാറ് പറയുന്നുണ്ട്, സാറ് പറഞ്ഞതെല്ലാം കേട്ടല്ലോ, അതുപോലെ തന്നെ ഉള്ളു ഇനി ഇവിടുത്തെ കാര്യങ്ങൾ, ഞാൻ പറയുന്നത് കേട്ടുകൊണ്ട് ഇവിടെ നിൽക്കാം, പിന്നെ സാറേ എന്നൊന്നും വിളിക്കരുതെന്നാണ് ആദർശ് സാർ പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ഞാനതൊന്നും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, പിന്നെ സെയിൽസ്മാന്മാരുടെ സെക്ഷനിലേക്ക് പോകണ്ട, ഓഫീസ് സെക്ഷനിലൊക്കെ നിന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെൻ്റെ ഒരു ഡിസ്കൗണ്ട് ആയിട്ട് കരുതിയാൽ മതി, പിന്നെ വേണമെങ്കിൽ എനിക്ക് എന്ത് ആക്ഷനും എടുക്കാനുള്ള അധികാരം ആദർശ് സാർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വേണമെങ്കിൽ പിരിച്ചുവിടുകയും ചെയ്തോളാൻ വരെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് അഭി അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നാൽ പൊക്കോളാൻ പറഞ്ഞ് അങ്ങ് വിടും. ഉടനെ അഭി ദേഷ്യത്തോടെ അങ്ങ് ഇറങ്ങിപ്പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അനാമികയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിയാനായിട്ട് നന്ദുവിനടുത്ത് വരുന്ന ദേവയാനിയാണ്. മോളെ, ഇവർ ഒരു സ്വത്തുമില്ലാത്ത ആൾക്കാരാണെന്ന് ഉറപ്പാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേ അമ്മേ, അവരെ മുഴുവൻ കടം കയറി പാപ്പരായ ആൾക്കാർ തന്നെയാണ്, മുഴുവൻ പലിശക്കാരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചാണ് ഇങ്ങനെ റോൾ ചെയ്ത് പോകുന്നതെന്നൊക്കെ പറയും. പിന്നെ ആ മാല അവർ പലിശയ്ക്ക് വേണ്ടി കൊടുത്തതായിരുന്നു, പലിശ വീട്ടാൻ വേണ്ടി പൈസ ഇല്ലാഞ്ഞിട്ടാണ് ആ മാല അയാൾക്ക് കൊടുത്തതെന്നൊക്കെ പറയും. ഇതൊന്നും അറിയാതാണല്ലോ ഞാനിങ്ങനെ അവളെ സ്നേഹിച്ചത്, എന്ത് ചെയ്യാനാന്ന് പറ, അവളുടെ സ്വഭാവം അവളുടെ കുടുംബത്തിൻ്റെ സ്വഭാവം ഇതാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല മോളെ, ഇനിയിപ്പോൾ അവർ രണ്ടുപേരും എങ്ങനെയും ഒന്നിച്ച് ജീവിച്ചു പോകാനല്ലേ നമുക്ക് ശ്രമിക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് ദേവയാനി അങ്ങ് പോകാൻ തുടങ്ങുകയാണ്. എന്നിട്ട് ഇച്ചിരി കൂടി നീങ്ങിയിട്ട് തിരിച്ച് അതുപോലെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോൾക്ക് സങ്കടമുണ്ടോ അനിയെ കിട്ടാത്തതിൽ എന്ന് പറയും. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല അമ്മയെന്നൊക്കെ ഉടനെ നന്ദു പറയുന്നുണ്ട്. അതല്ല മോളെ, നേരത്തെ നിങ്ങളുടെ വിവാഹത്തിൻ്റെ കാര്യം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ പോലും ഞാനത് ഒരിക്കലും നടത്താൻ സമ്മതിക്കില്ലായിരുന്നു, മുത്തശ്ശനും മുത്തശ്ശി ആദർശും ജേട്ടനും എല്ലാം സമ്മതിച്ചിരുന്നെങ്കിൽ പോലും ഞാൻ സമ്മതിക്കില്ലായിരുന്നു. അന്ന് എനിക്ക് മോളോടും മോടെ വീട്ടുകാരോടും അതുപോലെ നയന മോളോടും എല്ലാം ദേഷ്യമല്ലായിരുന്നു, അതുകൊണ്ടാണ് സത്യങ്ങളൊക്കെ അറിയാൻ വൈകിപ്പോയോണ്ടാണ് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് പറ്റിയത്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടാണ് ദേവയാനി അങ്ങ് വണ്ടിയിൽ കയറി പോകുന്നത്. അത് നോക്കി നിൽക്കുകയാണ് നന്ദു. സത്യങ്ങൾ അറിഞ്ഞ് ദേവയാനി അനാമികയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് മോടെ സ്വർണ്ണമൊക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോഴത്തേന് അനാമിക അങ്ങ് ഞെട്ടി പോകുന്നുണ്ട്. സ്വർണ്ണം ഇതുവരെ ആരും തിരക്കില്ലല്ലോ എന്നുള്ള വിശ്വാസത്തിലിരിക്കുകയായിരുന്നല്ലോ, അത് വല്യമ്മേ ഞാൻ വീട്ടിൽ കൊടുത്തിരിക്കുക, അവിടുത്തെ ലോക്കറിൽ വെച്ചെന്ന് പറയും. ആണോ മോളെ, എന്നാൽ എത്രയും പെട്ടെന്ന് അതിങ്ങ് എടുക്കണം കേട്ടോ എന്ന് പറയും. അതെന്തിനാണ് വല്യമ്മ ചോദിക്കും. അതൊക്കെ നമുക്ക് മാറിയിട്ട് പുതിയ സ്വർണ്ണം മേടിക്കാം, അതല്ലേ നല്ലത്, ഇപ്പം പഴയ മോഡലൊക്കെ അങ്ങ് ഔട്ട് ഓഫ് ഫാഷൻ ആയില്ലേ എന്നൊക്കെ ചോദിക്കും. എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹമൊന്നും ഇല്ല വല്യമ്മയെന്ന് പറയും. അത് സാരമില്ല മോൾ അതിലെടുത്തുകൊണ്ട് വാ,
അല്ലെങ്കിലും അത് അവിടെ വെക്കുന്നത് ശരിയല്ലല്ലോ. മോളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ അനിയും മോളും തന്നെയല്ലല്ലോ, എല്ലാവരും അറിഞ്ഞു വേണ്ടേ അതൊക്കെ ചെയ്യാൻ. അതുകൊണ്ട് മോൾ എത്രയും പെട്ടെന്ന് അതൊക്കെ ഇങ്ങനെ മേടിച്ചുകൊണ്ട് വരണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോകും. അതാണ് കേൾക്കുമ്പോഴേ അനാമിക പെട്ടെന്ന് തന്നെ വണ്ടിയും വിളിച്ച് വീട്ടിൽ ചെല്ലുന്നുണ്ട്. മോള് വരുന്ന കാണുമ്പോഴത്തേന് രേവതിക്ക് ആകെ വെപ്രാളമാവും. എന്താ മോളെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാണ് ഓടി വരുന്നത്. അപ്പോൾ വേണുവും ചോദിക്കുന്നുണ്ട് എന്താന്ന്. ആകെ പ്രശ്നമായ വെച്ചാൽ അവർ എന്നോട് എൻ്റെ സ്വർണ്ണമെല്ലാം എന്ത് ചെയ്യുന്നു ചോദിച്ചെന്ന് പറയും. അതാരാ ചോദിച്ചെന്ന് ചോദിക്കാൻ പറയും വല്യമ്മയാണ് ചോദിച്ചത്, എല്ലാം എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞെന്ന് പറയും. ഇനി അവരൊക്കെ അതെന്തിനാണ് തിരക്കുന്നത് എന്ന് പറയും. അത് പിന്നെ വേറെ മോഡൽ സ്വർണ്ണം മാറ്റി വാങ്ങാമെന്നൊക്കെ പറഞ്ഞെന്ന് പറയും. അതൊക്കെ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചല്ലേ നമ്മളല്ലേ തീരുമാനിക്കുന്നതൊക്കെ ചോദിക്കും. എന്തായാലും ആകെ പ്രശ്നമായെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇനി എങ്ങനെ പിടിക്കപ്പെടാതിരിക്കാനായിട്ട് ശ്രമിക്കുക തന്നെ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം വേണുവിനോട് പറയും എന്നാൽ അച്ഛനൊന്ന് വിളിച്ച് കാര്യം പറയാൻ പറയും. എന്നാൽ ഞാനൊന്ന് ദേവയാനിയെ വിളിക്കാമെന്ന് വേണുവും സമ്മതിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ആ മാല കേസ് ആകെ പ്രശ്നത്തിലായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അവർക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാകുമെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയും. എന്നാൽ ഞാൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞ ഉടനെ ദേവയാനിയെ വിളിക്കുന്നുണ്ട് വേണു. അപ്പോൾ എന്താ വേണു എന്ന് പറഞ്ഞാൽ ദേവയാനി ഫോൺ എടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്. അതല്ല മോൾ ഇവിടെ വന്ന് പറഞ്ഞായിരുന്നു മോളുടെ സ്വർണ്ണം എല്ലാം ലോക്കറിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞെന്ന് പറയും. അതെ ഞാൻ ആ സ്വർണ്ണമൊക്കെ ഒന്ന് മാറി പുതിയ മോഡൽ മേടിപ്പിക്കാമെന്ന് ഓർത്താന്നൊക്കെ ഉടനെ ദേവയാനി പറയും. അത് പറയാൻ വിട്ടുപോയി, ഞങ്ങൾ ഇവിടെ കുറച്ച് കാശിൻ്റെ ആവശ്യം വന്നപ്പം പെട്ടെന്ന് അതൊന്ന് മോൾ അറിയാതെ പണയം വെച്ചെന്ന് പറയും. എന്നാൽ എവിടെയാണ് വെച്ചിരിക്കുന്നത് ചോദിക്കും. അത് കേൾക്കുമ്പോഴത്തേന് എവിടെ പറയണമെന്ന് അറിയത്തില്ല. അത് ആകെ വേണു അങ്ങ് വെപ്രാളത്തിലാവുന്നുണ്ട്. ഉടനെ വേണു പറയും അത് പിന്നെ മോളോട് പറയാൻ പറ്റിയില്ല. ഈയിടെ ഞങ്ങളൊരു സ്ഥലം പോയി കണ്ടില്ലായിരുന്നു, അവൻ്റെ ഓണർ ഈയിടെ വന്നായിരുന്നു അങ്ങ് അമേരിക്കയിൽ നിന്ന്. അപ്പോൾ അയാൾക്ക് പെട്ടെന്ന് ആ സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. കാരണം ഞങ്ങളത് എടുത്തങ്ങ് വിറ്റു, അത് കാരണം ആ പൈസ അങ്ങനെ അങ്ങ് പോയെന്നൊക്കെ പറയും. ആണോ, എന്നാൽ പിന്നെ ഇതങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ ആ സ്ഥലം മേടിക്കാൻ വേണ്ടി ആ സ്വർണം വിറ്റെന്ന്. ഇതിന് പണയം വെച്ചെന്ന് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ, ലോക്കറിലാന്നൊക്കെ പറയേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് ഫോൺ വെക്കുകയാണ്. അപ്പോൾ വേണു പിന്നെ എന്ത് പറയണമെന്ന് അറിയത്തില്ല, അതങ്ങ് വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ്. മോളെ ആ സ്വർണം മുഴുവൻ ഞാൻ വിറ്റ് പോയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മോൾ ഇനി അവിടെ എങ്ങനെയും പിടിച്ച് നിൽക്കുന്നില്ലെങ്കിൽ അവിടുന്ന് മാക്സിമം വല്ലതൊക്കെ അടിച്ചുകൊണ്ട് വരാൻ നോക്കെന്നൊക്കെ പറയും. എങ്ങനെ അടിച്ചുകൊണ്ട് വരാൻ, അവിടെ ഇപ്പോൾ ആകെ പ്രശ്നമല്ലേ എന്നൊക്കെ ചോദിക്കും. നീ എന്തായാലും ആദർശിൻ്റെ വിഷയം എടുത്തിടണം, അവിടുത്തെ ആ വിഷയമൊക്കെ ഒന്ന് മൂടി വെക്കാൻ വേണ്ടിയായിരിക്കും അവർ നിൻ്റെ പുറകെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അവിടെ നീ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിച്ച് എങ്ങനെയും അവിടുന്ന് കിട്ടാവുന്നതൊക്കെ ഇങ്ങനെ കൊണ്ടുപോരണമെന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ അത് എങ്ങനെയാണെന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല, ഞാനൊന്ന് ശ്രമിച്ച് നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അനാമിക. നീ മാക്സിമം ശ്രമിച്ചേ പറ്റത്തുള്ളൂ, അല്ലാതെ ഇവിടെ നിന്നിപ്പോൾ നമുക്കിപ്പോൾ സ്വർണ്ണമൊന്നും എടുത്തുകൊണ്ട് കാണിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അവരുടെ വീട്ടിലാണ് ഇപ്പോൾ ആകെ പ്രശ്നങ്ങളുണ്ട്. ഞങ്ങളിപ്പോൾ 2 ടീമായിട്ടാണ് നിൽക്കുന്നത്. ഒരു ടീം നയനയും ആദർശും അങ്ങനെയുള്ളൊരു ടീം, പിന്നെ നവ്യയും ഞാനും അമ്മയും അങ്ങനെയുള്ളൊരു ടീം കൂടെ. ഈ 2 ടീമിനെ തമ്മിലടുപ്പിക്കാൻ ഞാൻ മാക്സിമം നോക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അനാമിക. അനി കയറി വരുമ്പോഴേ ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, വല്യമ്മ അറിഞ്ഞല്ലോ ഇവിടുത്തെ ഇളയ മരുമകളുടെ വിശേഷമൊക്കെ. ഞാൻ നേരത്തെ ഇവളുടെ സ്വഭാവം അവളുടെ കുടുംബക്കാരുടെ സ്വഭാവമൊക്കെ ശരിയല്ലെന്നും അവർ ഫ്രോഡുകളാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചോ എന്നൊക്കെ ചോദിക്കും. അത് പിന്നെ ഞങ്ങളാണോ അതിനെല്ലാം ഉത്തരവാദി, അതിപ്പം കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുമെന്ന് ആരും ഓർത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേന് അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതല്ലേ, നിങ്ങളാരും അല്ലേ വിശ്വസിക്കാതിരുന്നത്. ദേ വരുന്ന ഒരാളെന്ന് പറഞ്ഞ് അച്ഛനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അച്ഛനോട് ഞാൻ പറഞ്ഞതാണ് അവളും അവിടെ കുടുംബക്കാരും ഫ്രോഡാണ്, ഇവളെ എങ്ങനെയും ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന് പറയുമ്പോഴത്തേനും ഉടനെ അജയൻ പറയുന്നുണ്ട്, എടാ ഇവൾ ഇവിടെ വന്ന് കയറാനുള്ള പ്രധാന കാരണം ഞങ്ങളാരുമല്ല, നീ അല്ലായിരുന്നോ. നിൻ്റെ ഒരു കവിത കണ്ട് അവൾ അഭിപ്രായം പറഞ്ഞെന്ന് പറഞ്ഞ് അവളെയും വിളിച്ചുകൊണ്ട് ഈ വീട്ടിൽ വന്ന് കയറിയത് നീ അല്ലായിരുന്നോ, പിന്നീടല്ലേ ഞങ്ങൾ ഈ കല്യാണമൊക്കെ ആലോചിച്ചെന്നൊക്കെ ചോദിക്കും. അതിന് അവൾക്ക് കവിതയായിട്ട് ഒരു ബന്ധവുമില്ല. അവൾ ആരോടെയോ കൊണ്ട് ഈ കവിത വായിപ്പിച്ചിട്ട് അതിൻ്റെ ആശയം മനസ്സിലാക്കി എൻ്റെ പുറകെ നടന്ന് എന്നെ വിശ്വസിപ്പിക്കുകയായിരുന്നു ചെയ്തെന്ന് പറയും. അതെന്തായാലും ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, അവളുമായിട്ട് എങ്ങനെയും നീ ഒത്തുപോകാന്നുള്ള കാര്യമേ ഉള്ളെന്നൊക്കെ പറയുന്നുണ്ട് ജയൻ. അതൊന്നും ഇനി നടക്കുന്ന കാര്യമല്ല അച്ഛാ. എന്തായാലും നന്ദു ഇങ്ങോട്ട് വന്നില്ലെങ്കിലും വേണ്ടില്ല, ഇവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയും ഒഴിവാക്കി തന്നേ പറ്റും നിങ്ങളെന്ന് പറഞ്ഞ് അനി അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോഴത്തേന് ദേവയാനിയോട് അജയൻ പറയുന്നുണ്ട്, ഇനി എന്തായാലും ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ഭയങ്കര പാടായിരിക്കും. കാരണം ജാനകിക്ക് സ്വന്തം മകനെക്കാട്ടിലും പ്രിയവും വിശ്വാസവും മരുമോളയാണ്. അതുകൊണ്ട് നമ്മളാരും പറഞ്ഞാൽ അത് ഏക്കുമെന്ന് തോന്നുന്നില്ല ഏട്ടത്തി എന്ന് പറയും. അപ്പോൾ ആകെ ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുന്ന ദേവയാനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.